ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഒരു ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസിൽ വോൾട്ടേജ് അത് ഉയർത്തുന്നു, വോൾട്ടേജ് അത് താഴ്ത്തുന്നു എന്ന കൺസെപ്റ്റ് വെച്ചുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകൾ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ട്രാൻസ്ഫോർമറിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ചുകൊണ്ട് തന്നെയാണ്. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും എത്രയെങ്കിലും നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കാം അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫോർമറിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര ടേൺ പ്രൈമറിയിൽ വേണം, എത്ര ടേൺ സെക്കൻഡറിയിൽ വേണം എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയിലെ ഒരു ടേണിലും സെക്കൻഡറിയിലെ ഒരു ടേണിലും ഉള്ള വോൾട്ടേജ്, അതായത് വോൾട്ടേജ് പെർ ടേൺ ഇൻ പ്രൈമറി ആൻഡ് വോൾട്ടേജ് പെർ ടേൺ ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഉദാഹരണത്തിന് വോൾട്ടേജ് പെർ ടേൺ എന്ന് പറയുന്നത് 2 വോൾട്ടാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് പ്രൈമറിയിലെ ഒരു ചുറ്റിലും 2 വോൾട്ടേജ് ആയിരിക്കും, സെക്കൻഡറിയിലെ ഒരു ചുറ്റിലും 2 വോൾട്ടേജ് ആയിരിക്കും. അതിനകത്ത് വ്യത്യാസം വരുന്നത്. So, for example, a transformer has 100 primary turns and 200 secondary turns. എന്ന് വിചാരിക്കാം. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയിൽ 100 ചുറ്റുകളും സെക്കൻഡറിയിൽ 200 ചുറ്റുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വോൾട്ടേജ് പെർ ടേൺ ഈക്വൽ ആണെങ്കിൽ 1 വോൾട്ട് ഒരു ചുറ്റിന് ഈ പറഞ്ഞ കേസിൽ ഉണ്ട് എങ്കിൽ 100 ടേണുള്ള ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയിൽ 100 വോൾട്ടേജ് ആയിരിക്കാം നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 100 വോൾട്ടേജ് ആയിരിക്കാം എക്സിസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡിൽ 200 ചുറ്റുണ്ടെങ്കിൽ 200 ചുറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ 200 വോൾട്ടേജ് ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ വോൾട്ടേജ് പെർ ടേൺ ഇൻ പ്രൈമറി ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി വോൾട്ടേജ് പെർ ടേൺ ഇൻ സെക്കൻഡറി. ഇനി ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF, ആ വോൾട്ടേജ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ടേണിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര ചുറ്റുകൾ ഇടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വോൾട്ടേജ് ലഭ്യമാകുന്നത്. ഒരു ട്രാൻസ്ഫോർമറിന് പ്രൈമറിയിലും സെക്കൻഡറിയിലും തുല്യ ചുറ്റുകളാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ അത് ഈക്വൽ വോൾട്ടേജ് ട്രാൻസ്ഫോർമർ അല്ലെങ്കിൽ ഈക്വൽ റേഷ്യോ ട്രാൻസ്ഫോർമർ എന്ന് പറയാനാണ്. പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേ വോൾട്ടേജ് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ട്രാൻസ്ഫോർമറുകളും ഉപയോഗത്തിലുണ്ട്. അത് സർക്യൂട്ട് ഐസൊലേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറുകളാണ്. ആ ട്രാൻസ്ഫോർമറുകളെ വെച്ചുകൊണ്ട് വോൾട്ടേജ് ഉയർത്തുന്ന പ്രക്രിയയോ വോൾട്ടേജ് താഴ്ത്തുന്ന പ്രക്രിയയോ അതുപോലെ തന്നെ അതിന് അനുബന്ധമായി കറണ്ടിനെ വ്യത്യാസപ്പെടുത്തുന്ന പ്രക്രിയയോ നടക്കുന്നില്ല. അതേസമയം പ്രൈമറി സർക്യൂട്ടിനെയും അതൊരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സെക്കൻഡറി സർക്യൂട്ട് മറ്റൊരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്യൂട്ടുകളെ തമ്മിൽ ഐസൊലേറ്റ് ചെയ്യാൻ ട്രാൻസ്ഫോർമറുകളെ ഇറക്കി വയ്ക്കുന്നു, ഈക്വൽ റേഷ്യോ ട്രാൻസ്ഫോർമർ. ഓക്കെ, ഇവിടെ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോർമറിൽ കോറിൻ്റെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കോറിൻ്റെ ലെഫ്റ്റ് ലിംബിൽ പ്രൈമറി ടേണുകളും റൈറ്റ് ലിംബിൽ സെക്കൻഡറി ടേണുകളുമാണ് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ N1 എന്ന് കാണിച്ചിരിക്കുന്നത് പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്. N1 പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്, N1 പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്. N2 secondary number of turns. N2 is equal to secondary number of turns. N2 secondary number of turns. ഇനി V1 എന്ന് പറയുന്നതാണ് പ്രൈമറി ഇൻപുട്ട് വോൾട്ടേജ്. V1 is equal to primary input voltage. E1 is equal to primary back EMF. Primary back EMF. ഒന്നുകൂടെ പറയാം. ഒരു ട്രാൻസ്ഫോർമറിലെ പ്രൈമറിയിൽ N1 ടേൺസ് ഉണ്ട്, സെക്കൻഡറിയിൽ N2 ടേൺസ് ഉണ്ട്. ഇനി പ്രൈമറിയിൽ V1 എന്ന ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രൈമറിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ബാക്ക് EMF, പ്രൈമറി ബാക്ക് EMF ആണ് E1. അപ്പോൾ പ്രൈമറി ബാക്ക് EMF എന്ന് പറയുന്ന E1 ഉണ്ടാകുന്നത് ഫാരഡയുടെ ഒരു സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു കോയിലിനകത്ത് ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്കുലേഷൻ ഉണ്ടാകും. ആ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ സർക്കുലേഷൻ വഴി ഉണ്ടാകുന്ന ഫ്ലക്സ് ആൾട്ടർനേറ്റീവ് ഫ്ലക്സ് ആയിരിക്കും. ആ ആൾട്ടർനേറ്റീവ് ഫ്ലക്സ്
ആ വൈൻഡിങ്ങിൻ്റെ സ്വന്തം ചുറ്റുകളിൽ മറ്റൊരു പുതിയ വോൾട്ടേജ് ഉത്പാദിപ്പിക്കുന്നു. ആ വോൾട്ടേജിൻ്റെ പേരാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതിനെ നമ്മൾ ബാക്ക് ഇ എം എഫ് എന്ന് പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്ന വൈൻഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വിപരീത ദിശയിലാണ് ആ വോൾട്ടേജ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നുള്ളതിന് ബാക്ക് ഇ എം എഫ് എന്നുള്ള വിളിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന പ്രൈമറി ബാക്ക് ഇ എം എഫ് ആണ് ഇ1. അപ്പോൾ V1 പ്രൈമറി ഇൻപുട്ട് വോൾട്ടേജ്, E1 പ്രൈമറി ബാക്ക് ഇ എം എഫ്. ഇനി V1 എന്ന പ്രൈമറി ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കോറിൽ സംഭവിക്കുന്ന ഫ്ലക്സ് ഒരു വേരിയിങ് ഫ്ലക്സ് ആണ്. ആ വേരിയിങ് ഫ്ലക്സ് ഈ സൈഡിൽ നിന്നും ഓൾമോസ്റ്റ് ഈ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും അങ്ങനെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു പുതിയ വോൾട്ടേജ് ഉണ്ടാവുകയും ചെയ്യും. ആ വോൾട്ടേജ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ E2 എന്ന് പറയുന്നത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. E2 ഈസ് ഈക്വൽ ടു സെക്കൻഡറി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സെക്കൻഡറി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ E2 സെക്കൻഡറി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി V2 ഈസ് ഈക്വൽ ടു സെക്കൻഡറി ലോഡ് വോൾട്ടേജ്, അല്ലെങ്കിൽ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. സെക്കൻഡറി ലോഡ് വോൾട്ടേജ് എന്നോ അല്ലെങ്കിൽ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്, സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ. ഇനി I1 എന്ന് പറയുന്നത് പ്രൈമറി കറന്റ്. I1 is equal to primary current. I2 secondary load current അല്ലെങ്കിൽ secondary current. I2 is equal to secondary current. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. Referring a two-winding transformer, that is the number of turns in the primary is equal to N1 primary number of turns, N2 is the number of turns accommodated in the secondary number of turns, V1 the voltage applied across the primary applied voltage, primary input voltage, E1 primary back EMF, E2 the EMF induced in the secondary, that is the mutually induced EMF in the secondary, V2 the terminal voltage available between the secondary terminals, secondary terminal voltage, I1 primary current, I2 secondary. ഇനി ഇതിനകത്ത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാനൊരു സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ റേഷ്യോ സെക്കൻഡറി ടേൺസ് ടു പ്രൈമറി ടേൺസ്. അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ സിംപ്ലി ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അബ്രിവിയേഷൻ സ്മാൾ കെ ആണ്. Voltage transformation ratio, voltage transformation ratio, or simply transformation ratio, K is defined as the ratio of secondary turns to primary turns. The ratio secondary turns to primary turns, that is K is equal to N2 by N1. ഇതാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. K is equal to N2 by N1. ഇനി വേണമെങ്കിൽ നമുക്ക് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ്, അതുപോലെ ബാക്ക് ഇ എം എഫ്, അതുപോലെ സെക്കൻഡറി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, അതുപോലെ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്, ഇവയുടെയൊക്കെ ഒരു റേഷ്യോയുടെ അടിസ്ഥാനത്തിലും വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമുക്ക് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ K is equal to N2 by N1 ആണെങ്കിൽ then it is equal to E2 by E1 എന്ന് പറയുന്നത് തെറ്റില്ല. E2 by E1 secondary mutually induced EMF divided by primary input voltage, or it is equal to V2 by V1, that is the ratio of secondary terminal voltage to primary input voltage, V2 by V1. ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു റേഷ്യോ പറഞ്ഞാൽ മതിയാകും. അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റേഷ്യോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ K. അല്ലെങ്കിൽ സെക്കൻഡറി മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫും പ്രൈമറി ബാക്ക് ഇ എം എഫ് അറിയാമെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം.
അല്ലെങ്കിൽ പ്രൈമറി ഇൻപുട്ട് വോൾട്ടേജും സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ whatever maybe the factors known to the primary and secondary side, we can make use of that term to find out K, such a way that K is equal to N2 by N1 or E2 by E1 or V2 by V1. ഇനി ഐഡിയൽ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമർ ഐഡിയൽ ട്രാൻസ്ഫോമറുകൾക്ക് ഐഡിയൽ ട്രാൻസ്ഫോമറുകൾ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്ഫോമർ ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദി ഐഡിയ. അത് പ്രാക്ടിക്കൽ ലൈഫിൽ സക്സസ്ഫുൾ അല്ല എങ്കിലും നമ്മുടെ കൺസെപ്റ്റിൽ മാത്രം, നമ്മുടെ ധാരണയിൽ മാത്രം നിൽക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ. ഐഡിയയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ, പ്രാക്ടിക്കൽ ലൈഫിൽ അത് വർക്കൗട്ട് ചെയ്യില്ല. എന്താണോ നമ്മൾ ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രാക്ടിക്കൽ ലൈഫിൽ അത് 100% സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഐഡിയൽ ട്രാൻസ്ഫോമറുകൾ എന്നവർ പറയുന്നത്. അതായത് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ലോസസ് ഒന്നും തന്നെ ഇല്ലാത്ത ട്രാൻസ്ഫോമറുകൾ, എഫിഷ്യൻസി 100%, വൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ല, വൈൻഡിങ് റിയാക്റ്റൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ലോസസ് ഒന്നുമില്ല. അപ്പോൾ 100% എഫിഷ്യൻസി കിട്ടുന്ന ട്രാൻസ്ഫോമറുകളാണ് നമ്മുടെ ഐഡിയൽ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നത്. ഐഡിയൽ ട്രാൻസ്ഫോമറുകളൊന്നും ഇതുവരെ പ്രാക്ടിക്കൽ ലൈഫിൽ സെർവ് ചെയ്യാൻ പാകത്തിന് നമ്മളത് വികസിപ്പിച്ചെടുത്തിട്ടുമില്ല. എങ്കിലും നമ്മളങ്ങനെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ കാര്യം ഞാനിവിടെ പറഞ്ഞത്. ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഓൺ വിച്ച് ഇറ്റ് ഹാസ് നോ ലോസസ് അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടാമ്പിയർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടാമ്പിയർ എന്നെടുക്കും. ഇൻപുട്ട് വോൾട്ടാമ്പിയർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടാമ്പിയർ. ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ലോസസ് ഇല്ലെങ്കിൽ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്ന് പറയും. ഇപ്പോൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഉള്ള ട്രാൻസ്ഫോമറുകളൊക്കെ അത് സെർവ് ചെയ്യുമ്പോൾ ഇൻപുട്ട് വോൾട്ടാമ്പിയറിനേക്കാൾ ഒരു ലേശം കുറഞ്ഞു തന്നെ ഇരിക്കും ഔട്ട്പുട്ട് വോൾട്ടാമ്പിയർ. ബാക്കിയുള്ള വോൾട്ടാമ്പിയർ ലോസ് ആയിട്ടാണ് പോകുന്നത്. വൈൻഡിങ് റെസിസ്റ്റൻസുകളും വൈൻഡിങ് റിയാക്റ്റൻസുകളും ഒക്കെ അതിന് കാരണക്കാരാണ്. വൈൻഡിങ് റെസിസ്റ്റൻസ് ആണ് പ്രധാനമായിട്ട്. വൈൻഡിങ് റെസിസ്റ്റൻസ് മൂലമാണ് ഈ പവർ നഷ്ടം സംഭവിക്കുന്നത്. വൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ലാതെ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക സാധ്യമല്ല. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ഇൻപുട്ട് വോൾട്ടാമ്പിയർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടാമ്പിയർ ആണെങ്കിൽ അതിനർത്ഥം ഇൻപുട്ട് വോൾട്ടാമ്പിയർ എന്ന് പറയുന്നത് V1 I1 ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടാമ്പിയർ എന്ന് പറയുന്നത് V2 I2. So for an ideal transformer we can have V1 I1 is equal to V2 I2. അങ്ങനെയാണെങ്കിൽ ഇവിടെ V2 by V1 is equal to എന്നെടുക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ I1 by I2 എന്നാണ് വരുന്നത്. V2 by V1 എന്ന റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് അത് I1 by I2 എന്ന് ക്രോസ് മൾട്ടിപ്പിൾ V1 I1 is equal to V2 I2. V1 I1 is equal to V2 I2. അത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ V1 I1 is equal to V2. So we get V2 by V1 is equal to I1 by I2. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ Kയിലും V2 by V1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K is equal to transformation ratio K is equal to, we can repeat it, N2 by N1 is equal to E2 by E1 is equal to V2 by V1 is equal to I1 by I2. ഇതാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ട്രാൻസ്ഫോമർ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി കറണ്ട് സെക്കൻഡറി കറണ്ട് അറിയാമെങ്കിൽ K is equal to I1 by I2 എന്ന് തന്നെ എടുക്കും. K is equal to I1 by I2. അല്ലാതെ മറ്റ് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയുടെ സെക്കൻഡറി അറിയാമെങ്കിൽ N2 by N1 എടുത്താൽ മതി. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു റേഷ്യോ ഉപയോഗിച്ചാൽ മതി. അതായത് E2 by E1, N2 by N1, V2 by V1 അല്ലെങ്കിൽ I1 by I2. K is equal. ഇനി ട്രാൻസ്ഫോമറുകളെ സംബന്ധിച്ച് ടേൺസ് റേഷ്യോ എന്ന് പറയുന്നൊരു സാധനമാണ്. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു N1 by N2 ആണ്. ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് N1 by N2. അപ്പോൾ ടേൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു N1 by N2 ആണെങ്കിൽ അത് എക്സാക്ട്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by K. അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ അല്ല.
അപ്പോൾ ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ റെസിപ്രോക്കൽ ടേൺസ് റേഷ്യോ. ടേൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ദാറ്റ് ഈസ് 1/K ടേൺസ് റേഷ്യോ ആണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ K is equal to N2/N1, ടേൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു N1/N2. ആ ഒരു വ്യത്യാസം ഇവിടെ മനസ്സിലാക്കും. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകളുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകൾ സ്റ്റെപ്പ് അപ്പ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ്. വോൾട്ടേജ് ഉയർത്തുന്ന ട്രാൻസ്ഫോർമറുകൾ തീർച്ചയായിട്ടും കറണ്ട് താഴുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ട്രാൻസ്ഫോർമറിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോഴേ അന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമർ വോൾട്ടേജ് ഉയർത്തിയാൽ സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറി കറണ്ടിനേക്കാൾ താഴുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ട്രാൻസ്ഫോർമർ റേസസ് ഇറ്റ്സ് വോൾട്ടേജ് ഫ്രം 100 വോൾട്ട് ടു 200 വോൾട്ട് ഇൻ ദ സെക്കൻഡറി. അതായത് 100 വോൾട്ടിൽ നിന്ന് 200 വോൾട്ടിലേക്ക് സെക്കൻഡറിയിൽ അത് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ദി കറണ്ട് ഇൻ ദി സെക്കൻഡറി ഡിക്രീസസ് ബൈ ഹാഫ് ടൈംസ്. സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയുടെ കറണ്ടിൻ്റെ നേരെ പകുതിയായിട്ട് കുറയും, വോൾട്ടേജ് ഇരട്ടി ആയതുകൊണ്ട്. അപ്പോൾ വോൾട്ടേജ് ഉയർത്തുകയും വോൾട്ടേജ് താഴ്ത്തുകയും ചെയ്യും. വോൾട്ടേജ് ഉയർത്തുമ്പോൾ കറണ്ട് താഴും സെക്കൻഡറിയിൽ, വോൾട്ടേജ് താഴ്ത്തുമ്പോൾ സെക്കൻഡറിയിൽ കറണ്ട് വരും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിലും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കറണ്ടിൻ്റെ ഉദ്ദേശത്തിലല്ല. കറണ്ട് അത് ഉയർത്തുന്നു എങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നില്ല. വോൾട്ടേജ് ഉയർത്തുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറയുള്ളൂ. അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ശരിക്കും കറണ്ടിനെ സെക്കൻഡറിയിൽ താഴ്ത്തുകയാണ്. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ സെക്കൻഡറിയിലെ വോൾട്ടേജ് ഉയർത്തുന്നു, എന്നാൽ ശരിക്കും സെക്കൻഡറിയിൽ അത് കറണ്ടിനെ താഴ്ത്തുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ സെക്കൻഡറിയിൽ വോൾട്ടേജിനെ താഴ്ത്തുന്നു, എന്നാൽ സെക്കൻഡറിയിലെ കറണ്ടിനെ അത് ഉയർത്തുന്നു. ഇനി ഇവിടെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K വെച്ച് നമുക്ക് നോക്കുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്താണ്? അതായത് K ഗ്രേറ്റർ ദാൻ 1. ഒരു ട്രാൻസ്ഫോർമറിന്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്ന് പറയുന്നത് 1നേക്കാൾ കൂടിയ ഒരു നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആയിരിക്കും. If the value of K is greater than 1, then the transformer is said to be step up transformer. The same way, if K is less than 1, transformation ratio K 1നേക്കാൾ താഴെയാണ്, 0.9, 0.8, 0.5, 0.01 ഇങ്ങനെയൊക്കെ 1നേക്കാൾ താണ ഒരു നമ്പർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ if K is less than 1, then the transformer is said to be step down transformer. Here, if K is greater than 1, step up transformer. K less than 1, step down transformer. But K is greater than, for example, K is equal to 2. അതിനർത്ഥം N2/N1 is equal to 2. അങ്ങനെയാണെങ്കിൽ N2 is equal to 2N1. See, if a transformation ratio of a transformer is given by K is equal to 2, that means N2/N1 is equal to 2, or N2 is equal to 2N1. N2 is equal to 2N1 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 2 into പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ആണ്, ഇരട്ടിയാണെന്നാണ്. അപ്പോൾ ഇരട്ടി വോൾട്ടേജ് കിട്ടും. അതായത് ട്രാൻസ്ഫോർമറിൻ്റെ ചുറ്റുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വോൾട്ടേജ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ഒരു ചുറ്റിലെ വോൾട്ടേജ് ഈക്വലാണ്. അപ്പോൾ പ്രൈമറി ചുറ്റുകളുടെ ഇരട്ടി എണ്ണം ചുറ്റുകൾ സെക്കൻഡറി സൈഡിലുണ്ടെങ്കിൽ അതിന് ഇരട്ടി വോൾട്ടേജ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകൾ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകൾ. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 1നേക്കാൾ കൂടി വരുന്ന ട്രാൻസ്ഫോർമറുകൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകളാണ്. അവ സെക്കൻഡറിയിൽ വോൾട്ടേജ് ഉയർത്തും. അതുപോലെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോക്ക് 1നേക്കാൾ താഴെയാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകൾ, അവ സെക്കൻഡറിയിൽ വോൾട്ടേജ് താഴ്ത്തും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു.
ഇനി നമുക്ക് ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോർമർ. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഇ എം എഫ് ഇക്വേഷൻ. ട്രാൻസ്ഫോർമറിൻ്റെ ഇ എം എഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പ്രൈമറിയിൽ ഒരു ഇൻപുട്ട് വോൾട്ടേജ് V1 അപ്ലൈ ചെയ്യുന്നു. അന്നേരം പ്രൈമറിയിൽ തന്നെ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്നത് E1 എന്നാണ് പ്രൈമറി ബാക്ക് ഇ എം എഫ്. അതുപോലെ സെക്കൻഡറിയിൽ ഒരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. അതിനെ നമ്മൾ റെഫർ ചെയ്യുന്നത് E2 എന്നാണ്, സെക്കൻഡറി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ്. അപ്പോൾ പ്രൈമറി ബാക്ക് ഇ എം എഫ് E1ഉം സെക്കൻഡറി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് E2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതാണ് ഇ എം എഫ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇ എം എഫ് ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോർമർ. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയിൽ നമ്മളൊരു ഇൻപുട്ട് എ സി വോൾട്ടേജ് V1 അപ്ലൈ ചെയ്യുമ്പോൾ കോറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് അതിൻ്റെ ഒരു വേവ് ഫോമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് V1 ഈസ് ഈക്വൽ ടു Vmax sin തീറ്റ, Vmax sin തീറ്റ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു Vmax sin ഒമേഗ ടി എന്ന് പറയുന്നൊരു ഇൻപുട്ട് എ സി വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഫോർമുല ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സിനുസോയിഡൽ എ സി വോൾട്ടേജ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിനുസോയിഡൽ എ സി വോൾട്ടേജ് പ്രൈമറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കോറിൽ ഉണ്ടാകുന്ന ഫ്ലക്സും സിനുസോയിഡൽ തന്നെയായിരിക്കും. സിനുസോയിഡൽ ഫ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. ആ സിനുസോയിഡൽ ഫ്ലക്സിന് ശരിക്കും ഇതുണ്ടാക്കുന്ന ഫ്ലക്സ് പൈ ഈസ് ഈക്വൽ ടു പൈമാക്സ് സൈൻ തീറ്റ, അല്ലെങ്കിൽ പൈമാക്സ് സൈൻ ഒമേഗ ടി എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ഫ്ലക്സിൻ്റെ ഒരു വേവ് ഫോമാണ് ഈ കാണിച്ചത്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഒരു വേവ് ഫോം എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്, ഫ്ലക്സിൻ്റെ ഒരു സൈക്കിൾ. ആ ഫ്ലക്സിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം ക്യാപിറ്റൽ ടി, ടൈം പീരീഡ്. ഇപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ്, ഇതിൻ്റെയൊക്കെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈം ഡ്യൂറേഷനാണ് ക്യാപിറ്റൽ ടി. അത് ടൈം പീരീഡ്, ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് ഓൺ സൈക്കിൾ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ഫൈ ഈക്വൽ ടു പൈമാക്സ് സൈൻ തീറ്റ, അല്ലെങ്കിൽ പൈമാക്സ് സൈൻ ഒമേഗ ടി, അതിൻ്റെ ഒരു സൈക്കിൾ. അതിൻ്റെ ഫ്ലക്സ് ആദ്യം 0 ആയിരിക്കും, പിന്നെ ആ ഫ്ലക്സിൻ്റെ മാക്സിമം വാല്യൂ പൈമാക്സിൽ വരും. അഗൈൻ അത് 0 ആകും ആ ഫ്ലക്സ്, പിന്നെ നെഗറ്റീവ് പൈമാക്സ് മൈനസ് പൈമാക്സ് ആകും, അഗൈൻ 0 ആകും. അതാണ് ഒരു സൈക്കിളിൽ സംഭവിച്ചിരിക്കുന്നത് ഫ്ലക്സ്. അപ്പോൾ ആ ഫ്ലക്സ് അതിൻ്റെ 0 വാല്യൂയിൽ നിന്ന് മാക്സിമം ഫ്ലക്സ് ആയ പൈമാക്സിലേക്ക് എത്തിച്ചേരാൻ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ടൈം പീരീഡിന്റെ 4/1 സമയമാണ് എടുക്കുന്നത്, T/4 സെക്കൻഡ്. ഇപ്പൊ ടി എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ ഇപ്പോൾ 1 സെക്കൻഡ് എടുത്തു എങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ, അതിന്റെ ക്വാർട്ടർ സൈക്കിൾ ഇതുവരെയുള്ള സൈക്കിള് 4/1 എടുക്കുന്നത്. അപ്പൊ മൊത്തം ടൈം പീരീഡിന്റെ 4/1. മൊത്തം ടൈം പീരീഡ് ടി ആണെങ്കിൽ അതിന്റെ 4/1. 1 സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ 4 സെക്കൻഡ് കൊണ്ട് പൈമാക്സ് ആയി എന്ന് പറയാം. എനിവേ, ദി flux in the core reaches its maximum value Phi from 0 is the quarter period of the quarter period. That is
the time period T/4. Within the time period T/4 second, the flux in the core reaches from its zero value to maximum value Timax. അപ്പോൾ മൊത്തം ടൈം പീരീഡിൻ്റെ 4 സമയം കൊണ്ട് കോറിലെ ഫ്ലക്സ് അതിൻ്റെ 0 വാല്യൂയിൽ നിന്നും പരമാവധി വാല്യൂ ആയ പൈമാക്സ് എന്ന വാല്യൂയിലേക്ക് അറൈവ് ചെയ്തു. അതിനെടുത്ത സമയമാണ് T/4 സെക്കൻഡ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ചില ഫാക്ടേഴ്സിൻ്റെ കാര്യം പറയുന്നു. പ്രൈമറിയിൽ N1 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, സെക്കൻഡറിയിൽ N2 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലെറ്റ് N1 is equal to primary turns, N2 സമം secondary turns into secondary turns. ഇനി Pimax സമം maximum flux in the core, കോറിൽ സംഭവിക്കുന്ന മാക്സിമം ഫ്ലക്സ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇപ്പോൾ V is equal to Vmax sin omega t, then it is equal to Vmax sin 2 pi ft. ഇങ്ങനൊരു വോൾട്ടേജാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി. അപ്പോൾ അതുകൊണ്ട് അതൊരു സിനുസോയ്ഡൽ വോൾട്ടേജ് ആണ്, ഇൻപുട്ട് വോൾട്ടേജ്. ആ സിനുസോയ്ഡൽ ഇൻപുട്ട് വോൾട്ടേജിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് കോറിൽ ഒരു സിനുസോയ്ഡൽ ഫ്ലക്സ് ഉണ്ടായത്. ആ സിനുസോയ്ഡൽ ഫ്ലക്സ് ശരിക്കും ഫ്രീക്വൻസി ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഈ എഫ്, അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്, ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്, ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. Then K is equal to form factor. K is equal to form factor, which is equal to RMS value by average value. സാധാരണ സിനുസോയ്ഡൽ AC അതിൻ്റെ ഫോം ഫാക്ടർ is equal to 1.11. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി വൈൻഡിങ്ങിലായാലും സെക്കൻഡറി വൈൻഡിങ്ങിലായാലും, പ്രൈമറിയിലെ ടേണുകളിലായാലും സെക്കൻഡറിയുടെ ടേണുകളിലായാലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കണ്ടുപിടിക്കുന്നത് ഫാരഡയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d∅dt എന്നുള്ളത്. ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു d∅dt ആ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എടുക്കുമ്പോൾ കോറിലെ ഫ്ലക്സ് ആദ്യം നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു d∅dt എടുക്കുമ്പോൾ ഇപ്പോൾ കോറിലെ ഫ്ലക്സ് വ്യത്യാസം ഡിവൈഡ് ബൈ അതിനെടുത്ത സമയം എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ കോറിലെ പ്രൈമറി ടേണിലായാലും സെക്കൻഡറി ടേണിലായാലും അനുഭവവേദ്യമാകുന്ന ഫ്ലക്സ് വ്യത്യാസം ഡിവൈഡ് ബൈ ടൈം, അതാണ് ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു d∅dt എന്നുള്ള രീതി എടുക്കണം എന്നുള്ളത്. d∅dt. അപ്പോൾ യഥാർത്ഥത്തിൽ E ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് n ഇൻറ്റു d∅dt ആണ്. മൈനസ് ഓഫ് n നമ്പർ ഓഫ് ടേൺസ് എടുക്കും. മൈനസ് ബാക്ക് EMF എന്നുള്ള രീതിയിലാണ് നമ്മളത് അസ്യൂം ചെയ്തത്. തൽക്കാലം മൈനസ് വിട്ടില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം. അപ്പോൾ E ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഡിവൈഡ് ബൈ ടൈം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കോറിലെ ഫ്ലക്സ് അതിൻ്റെ 0 വാല്യൂയിൽ നിന്നും മാക്സിമം വാല്യൂ ടൈമാക്സിലേക്ക് അറ്റൈൻ ചെയ്യാൻ എടുത്ത സമയം ഞാൻ നേരത്തെ പറഞ്ഞു T/4. ഓക്കെ, അപ്പോൾ ഫസ്റ്റില് ടൈം ടേക്കൺ ബൈ ദി കോർ ഫ്ലക്സ് to reach maximum of Pimax. Time taken by the core flux to reach maximum flux of Pimax in T/4 second. But T/4 second എന്ന് പറഞ്ഞാൽ T is equal to 1/4 second. So നമുക്ക് ടൈം പീരീഡ് T is equal to reciprocal frequency. T is equal to 1/m.
അപ്പോൾ T/4 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് സെക്കൻഡ് എന്നുള്ളത്. അപ്പോൾ ഈ T/4 സെക്കൻഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 1/4 ഓഫ് സെക്കൻഡ്. അപ്പോൾ കോറിലെ ഫ്ലക്സ് അതിന്റെ 0 വാല്യൂയിൽ നിന്നും മാക്സിമം വാല്യൂ ആയ 5maxലേക്ക് അറൈവ് ചെയ്യാൻ എടുത്ത സമയം T/4 സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞാൽ T/4 സെക്കൻഡ് ഈസ് ഈക്വൽ 1/4 ഓഫ് സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF E induced EMF E is equal to d phi by dt is equal to pi max minus 0 divided by 1/4. ഇപ്പോൾ d phi എന്ന് പറഞ്ഞാൽ വ്യത്യാസം വന്ന ഫ്ലക്സ്, d phi by dt വ്യത്യാസം വന്ന ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം, വ്യത്യാസം വന്ന ഫ്ലക്സ് ഡിവൈഡഡ് ബൈ അതിന് വേണ്ടി എടുത്ത ടൈം d phi by dt. അപ്പോൾ d phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഫ്ലക്സ് 0, രണ്ടാമതുണ്ടായത് 5max. അപ്പം വ്യത്യാസം വരുന്നത് രണ്ടാമതുണ്ടായത് മൈനസ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 5max minus 0 divided by dt. നമ്മൾ പറയുന്നത് ടൈം ടേക്കൺ ഫോർ റീച്ചിങ് 5max is equal to T/4 സെക്കൻഡ്, ദാറ്റ് ഇസ് 1/4 സെക്കൻഡ്. അപ്പോൾ ഇൻഡ്യൂസ് EMF E എന്ന് ഞാൻ പറയാൻ കാര്യം കോറിൽ അനുഭവപ്പെടുന്ന ഈ വ്യത്യാസപ്പെടുന്ന ഫ്ലക്സിന്റെ നിരക്ക് കോറിലെ ഒരു ചുറ്റിൽ ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ് EMF ആണ്. അപ്പോൾ ഇൻഡ്യൂസ് EMF E പെർ ടേൺ എന്ന് പറയും. ഇൻഡ്യൂസ് EMF E പെർ ടേൺ, അതായത് കോറിലെ പ്രൈമറി ചുറ്റുകളിൽ ഒന്നിലോ അഥവാ സെക്കൻഡറി ചുറ്റുകളിൽ ഒന്നിലോ അനുഭവവേദ്യമാകുന്ന ഫ്ലക്സ് വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് EMF ആണ്. ഈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഈസ് ഈക്വൽ ടു ദി ഇൻഡ്യൂസ്ഡ് EMF. ആ ലെവലിൽ എടുക്കുമ്പോൾ പ്രൈമറിയിലെ ഒരു ചുറ്റിലായാലും സെക്കൻഡറിയിലെ ഒരു ചുറ്റിലായാലും കോറിൽ അനുഭവപ്പെടുന്ന ഫ്ലക്സ് വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ടേണിലെ ഫ്ലക്സ് വ്യത്യാസത്തിന്റെ നിരക്ക് പ്രൈമറിയിലോ സെക്കൻഡറിയിലോ എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF E ആണ്. അത് ഇതാണ് 5max minus 0 divided by 1/4 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 5max by 1/4. It is equal to 4 5max F. 4 5max F. ശരിക്കും ഇത് വെബർ, ഇത് സെക്കൻഡ്, വെബേഴ്സ് പെർ സെക്കൻഡ്. 4 5max F വെബേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 5max F വോൾട്ട്. ഒരു വെബർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വോൾട്ടാണ്. വെബർ പെർ സെക്കൻഡ് എന്ന വോൾട്ടാണ്. അപ്പോൾ പ്രൈമറിയിലായിരുന്നാലും 4 5max F വോൾട്ട്. അപ്പോൾ പ്രൈമറിയിലായിരുന്നാലും സെക്കൻഡറിയിൽ ആയിരുന്നാലും ഒരു ചുറ്റിൽ അനുഭവപ്പെടുന്ന ഇൻഡ്യൂസ്ഡ് EMF 4 5max F വോൾട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിൽ N1 നമ്പർ ഓഫ് ടേൺസിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രൈമറി ബാക്ക് EMFന്റെ എക്സ്പ്രഷനാണ്. അതുപോലെ സെക്കൻഡറിൽ N2 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ N2 നമ്പർ ഓഫ് ടേൺസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി മ്യൂച്വൽ ഇൻഡ്യൂസ് EMF. അപ്പോൾ ദി EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദി ഹോൾ മുഴുവൻ ടേണിലും, ഹോൾ ടേൺസ് ഇൻ പ്രൈമറി, അതിനെ നമുക്ക് E1 എന്ന് വിളിക്കാം. ദ EMF ഇൻഡ്യൂസ് ഇൻ ദി ഹോൾ ടേൺസ് ഇൻ പ്രൈമറി, പ്രൈമറിയിലെ മൊത്തം ചുറ്റുകളിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അത് E1 ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 5max F N1 വോൾട്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി EMF ഇൻഡ്യൂസ് ഇൻ ദി ഹോൾ ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് ശരിക്കും ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി EMF ഇൻഡ്യൂസ് ഇൻ ദി ഹോൾ ടേൺസ് ഇൻ പ്രൈമറി E1 എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇത് ശരിക്കും ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ആണ്. ആവറേജ് വാല്യൂ ഓഫ് EMF പെർ ടേൺ, ആവറേജ് വാല്യൂ ഓഫ് EMF പെർ ടേൺ 4 5max F വോൾട്ട്. അതുപോലെ ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ് ഇൻ ദി ഹോൾ പ്രൈമറി E1 is equal to 4 5max F N1 അങ്ങനെയാണെങ്കിൽ RMS വാല്യൂ ഓഫ്
EMF in the primary. E1 is equal to, today RMS value by average value is equal to 1.1 ആണെങ്കിൽ RMS value is equal to average value into 1.1. അപ്പോൾ ആവറേജ് വാല്യൂയിൽ നിന്ന് RMS വാല്യൂ കിട്ടാൻ ആവറേജ് വാല്യൂവിനെ ഫോം ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ RMS വാല്യൂ ഓഫ് EMF in the primary is equal to 1.11 into 4 pi max f n1. Then it is equal to 4.44 pi max f n1. Similarly, RMS value of EMF in the whole secondary turns, that is equal to E2. E2 is equal to 4.44 pi max f into. So, EMF induced in the primary E1 is equal to 4.44 pi max f n1 volt. EMF induced in the secondary turns E2 is equal to 4.44 pi max f n2 volt. ഇതാണ് EMF ഇക്വേഷൻ. അപ്പോൾ EMF ഇക്വേഷൻ ഉപയോഗിച്ച് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ഇൻഡ്യൂസ്ഡ് EMF, പ്രൈമറിയിലത് E1 ആണ്, പ്രൈമറി ബാക്ക് EMF. സെക്കൻഡറിയിലത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF E2 ആണ്. E2ന്റെ വാല്യൂ കണ്ടുപിടിക്കും. E1 is equal to 4.44 pi max f n1 volt. E2 is equal to 4.44 pi max f n2 volt. ഓക്കെ, ഒന്നുകൂടെ പറയാം. EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമറിന്റെ EMF ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉള്ള എക്സ്പ്രഷനാണ്. പ്രൈമറിയിൽ നമ്മളൊരു സിനുസോയിഡൽ EMF ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും, അത് V1 ആണ്. V1 കൊടുക്കുമ്പോൾ പ്രൈമറിയിൽ തന്നെ ഒരു പ്രൈമറി ബാക്ക് EMF E1 ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനും ഈ ഫോർമുല ഉപയോഗിക്കും. E1 is equal to 4.44 pi max f n1 volt. അത് കിട്ടിയത് അങ്ങനെയാണ്. അതുപോലെ പ്രൈമറിയിൽ V1 എന്ന സിനുസോയിഡൽ വോൾട്ടേജ് കൊടുത്തപ്പോൾ കോറിൽ സംഭവിച്ച സിനുസോയിഡൽ ഫ്ലക്സ് മുഖാന്തരം സെക്കൻഡറിയിൽ വീണ്ടും ഒരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അത് E2 ആണ്. E2 കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ കിട്ടിയിരിക്കുന്നത്. E2 is equal to 4.44 pi max f n2 volt. അപ്പോൾ ആദ്യം ഇത് പ്രൈമറിയിൽ നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, അത് സിനുസോയിഡൽ വോൾട്ടേജ് ആയതുകൊണ്ട് സിനുസോയിഡൽ വോൾട്ടേജ് പറയുമ്പോൾ ശരിക്കും ആ വോൾട്ടേജ് V is equal to V max sin omega t സ്റ്റൈലുള്ളതാണ്. അപ്പോൾ അത് ആ സിനുസോയിഡൽ വോൾട്ടേജിന് വിധേയമായിക്കൊണ്ടുള്ള ഒരു സിനുസോയിഡൽ ഫ്ലക്സ് തന്നെയാണ് കോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോറിൽ സംഭവിച്ച ഒരു സിനുസോയിഡൽ ഫ്ലക്സ് അതിൻ്റെ രൂപരേഖയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ EMF ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നതിൽ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കോർ ഫ്ലക്സിൻ്റെ ഒറ്റ സൈക്കിൾ സിനുസോയിഡൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സൈക്കിൾ അത് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം T is equal to ടൈം പീരീഡ് T is equal to വേണമെങ്കിൽ T is equal to 1/f എന്ന് കൊടുക്കാം. T is equal to 1/f എന്ന് കൊടുക്കാം. അപ്പോൾ T is equal to 1/f. ഇനി കോറിലെ ഫ്ലക്സ് അതിൻ്റെ 0 വാല്യൂയിൽ നിന്നും പരമാവധി വാല്യൂ ആയ പൈമാക്സ് അറൈവ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് T/4 സെക്കൻഡ്. T/4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ T is equal to 1/4f സെക്കൻഡ്. അപ്പോൾ 1/4 സെക്കൻഡ് കൊണ്ട് കോറിലെ ഫ്ലക്സ് 0-ൽ നിന്നും പൈമാക്സിലേക്ക് അറൈവ് ചെയ്യും. നമ്മളിത് പറയാൻ കാര്യം നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. അപ്പോൾ ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൈം നമുക്ക് കിട്ടി T/4 അല്ലെങ്കിൽ 1/4 സെക്കൻഡ്. ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0-ൽ നിന്നും 5 മാക്സ് ആണ്. അപ്പോൾ ചേഞ്ച് ഓഫ് ഫ്ലക്സ് 5 മാക്സ് മൈനസ് 0 5 മാക്സ് ആണ്. N1 പ്രൈമറി ടൈംസ് N2 സെക്കൻഡറി ടൈംസ് 5 മാക്സ് മാക്സിമം കോർ ഫ്ലക്സ്. കോർ ഫ്ലക്സിൽ സംഭവിക്കുന്ന പരമാവധി വാല്യൂ, കോറിലെ ഫ്ലക്സിൽ സംഭവിക്കുന്ന ഫ്ലക്സിൻ്റെ പരമാവധി വാല്യൂ 5 മാക്സ്. എഫ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി. K എന്ന് പറയുന്നത്
RMS value by average value എന്നത് ഫോം ഫാക്ടറാണ്. അത് സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം 1.1 ആണ്. ഇനി K is equal to RMS value by average value ആണെങ്കിൽ RMS value is equal to average value into ഫോം ഫാക്ടർ 1.1 ആണ് എന്നത്. ഇനി നമ്മൾ ഫാരഡയുടെ EMF ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ടേണുകളിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഈസ് ഈക്വൽ ടു d∅dt എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ ചേഞ്ച് ഓഫ് ഫ്ലക്സ് വേണം. ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഈക്വൽ ടു φ max - 0 ആണ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. φ max രണ്ടാമതുണ്ടായത്, ആദ്യം 0 ആയിരുന്നു. φ max - 0 എന്ന് പറയുന്നതാണ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം. ടൈം എന്ന് പറയുന്നത് T/4 = 1/4 ഓഫ് സെക്കൻഡ്. അപ്പോൾ d∅dt കോറിലെ പ്രൈമറിയിലെ ഒരു ടേണിലും അതുപോലെ കോറിലെ സെക്കൻഡറിയിലെ ഒരു ടേണിലും സംഭവിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് φ max - 0/1/4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 4 φ max of Weber per second. 4 φ max f Weber per second എന്ന് പറഞ്ഞാൽ അത്രയും വോൾട്ടില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 φ max f വോൾട്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കോറിലെ ഒരു ചുറ്റിൽ, പ്രൈമറിയിലോ സെക്കൻഡറിയിലോ ഉള്ള ഒരു ചുറ്റിൽ സംഭവിക്കുന്ന ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 4 φ max f വോൾട്ട്. ഈ ഫോർമുല വെച്ചിട്ട് 4 φ max f വോൾട്ട് ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ. ഒരു ചുറ്റിൽ അത് പ്രൈമറിയിലായാലും സെക്കൻഡറിയിലായാലും സംഭവിച്ച EMFൻ്റെ ആവറേജ് വാല്യൂ. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് RMS വാല്യൂ. അപ്പോൾ പ്രൈമറിയിലെ ഒരു ചുറ്റിൽ ഇത്രയും ആവറേജ് വാല്യൂ സംഭവിച്ചെങ്കിൽ പ്രൈമറിയിൽ മൊത്തം ചുറ്റുകൾ എണ്ണുന്നുണ്ട്. അപ്പോൾ മൊത്തം ചുറ്റുകളിലെ വോൾട്ടേജാണ് വേണ്ടത്. V1 എന്ന് പറഞ്ഞാൽ പ്രൈമറി ബാക്ക് EMF. പ്രൈമറി ബാക്ക് EMF കിട്ടണമെങ്കിൽ പ്രൈമറിയിലെ N1 ചുറ്റുകളിലും സംഭവിച്ച അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജിൻ്റെ അളവ് കിട്ടണം. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഹോൾ പ്രൈമറി ടേൺസ് എന്ന് പറയുന്നത് ഒരു ടേണിൽ ഉണ്ടായതിനെ പ്രൈമറിയിലെ മൊത്തം ചുറ്റുകൾ N1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതാണ് E1. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് E1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 φ max f × N. അതിൻ്റെ RMS വാല്യൂ എടുക്കുമ്പോൾ E1 is equal to 4 φ max f N1 എന്ന ആവറേജ് വാല്യൂ ഇൻറ്റു ഫോം ഫാക്ടർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 4.44 φ max f N1 വോൾട്ടാണ് RMS വാല്യൂ EMF ഇൻഡ്യൂസ് ഇൻ ദി ഹോൾ പ്രൈമറി ടേൺസ്. അതുപോലെ RMS വാല്യൂ EMF ഇൻഡ്യൂസ് ഇൻ ദി ഹോൾ സെക്കൻഡറി ടേൺസ് എന്ന് പറയുന്നത് E2 ആണെങ്കിൽ that is equal to 4.44 φ max f N2 വോൾട്ട്. ഇതാണ് EMF ഇക്വേഷൻസ് പ്രൈമറിയിലെ സെക്കൻഡറി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മൾ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഒരു സിനുസോയിഡൽ വോൾട്ടേജ് ആയതുകൊണ്ട് ആ സിനുസോയിഡൽ വോൾട്ടേജ് മൂലം കോറിൽ സംഭവിക്കുന്ന ഫ്ലക്സും സിനുസോയിഡൽ വേവ് ഫോം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ കോർ ഫ്ലക്സിൻ്റെ സിനുസോയിഡൽ വേവ് ഫോമിൻ്റെ ഒരു സൈക്കിൾ വരയ്ക്കണം. ഒരു സൈക്കിൾ വരച്ചിട്ട് ആ ഒരു സൈക്കിളിൽ കോർ ഫ്ലക്സ് എൻ്റെ 0 വാല്യൂയിൽ നിന്നും എൻ്റെ പരമാവധി വാല്യൂയായ φ maxലേക്ക് അറൈവ് ചെയ്യാനെടുത്ത സമയം എത്രയെന്ന് എഴുതണം. അത് T/4 സെക്കൻഡ്. T is equal to 1/f ആണെങ്കിൽ T/4 is equal to 1/4. 1/4 ഓഫ് സെക്കൻഡ് കൊണ്ട് കോറിലെ ഫ്ലക്സ് അതിൻ്റെ 0 വാല്യൂയിൽ നിന്നും പരമാവധി വാല്യൂയിലേക്ക് അറൈവ് ചെയ്യുന്നു എന്നുള്ള സൂചന ഈ ചിത്രത്തോടുകൂടി കൊടുക്കുന്നു. എന്നിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ് EMF എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈമറിയിലെ ഒരു ചുറ്റിലും സെക്കൻഡറിയിലെ ഒരു ചുറ്റിലുള്ള ഇൻഡ്യൂസ് EMF ആദ്യമായി കണ്ടുപിടിക്കുന്നത്. ആദ്യം ആവറേജ് വാല്യൂയാണ് കിട്ടുന്നത്. അതിന് ഫോം ഫാക്ടറായ 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് RMS വാല്യൂയിലേക്ക് വരണം. നമുക്ക് RMS വാല്യൂ വോൾട്ടേജിൻ്റെ പ്രൈമറി വൈൻഡിങ്, RMS വാല്യൂ വോൾട്ടേജ് ഇൻഡ്യൂസ് ഇൻ ദി സെക്കൻഡറി വൈൻഡിങ്, ഇതാണ് വേണ്ടത്. E1 എന്ന് പറഞ്ഞാൽ RMS വാല്യൂ വോൾട്ടേജ് ഇൻഡ്യൂസ് ഇൻ ദി പ്രൈമറി വൈൻഡിങ് E1 is equal to 4.44 φ max f N1 വോൾട്ട്. അതുപോലെ RMS value of EMF induced in the secondary. RMS value of EMF induced in the secondary. That is mutually induced EMF in the secondary. കണ്ടുപിടിക്കാനുള്ള ഫോർമുല E2 is equal to 4.44 φ max N2.